അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഇൻസ്റ്റാഗ്രാം റീൽസ് എങ്ങനെയാണ് ഹൈ വ്യൂസ് പറഞ്ഞാൽ 10K മുകളിലാണ്. ഈ 10K മുകളിൽ നമ്മൾക്ക് എങ്ങനെ എത്തിക്കാന്നുള്ള ട്രിക്സും എൻ്റെ അൽഗോരിതവും പിന്നെ മൊത്തം സെറ്റിങ്സും ഒക്കെ നമ്മൾ നോക്കും. അപ്പം ഇന്ന് 3 സ്റ്റെപ്പ് പറഞ്ഞു തരുന്നുണ്ട്. ഈ 3 സ്റ്റെപ്പിൽ ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് വർക്കാവാതിരിക്കില്ല. അപ്പോൾ ഈ 3 സ്റ്റെപ്പും വർക്കായില്ലെങ്കിൽ DMലോട്ട് വന്നാൽ മതി, ബാക്കി പരിഹരിക്കാം. ഇത് ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്ന പോലെ തന്നെയാണ് ഈ എഡിറ്റ്സ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വിടുകയാണെങ്കിൽ വ്യൂസ് കിട്ടും എന്നുള്ളത്. പക്ഷേ അതിൽ ചെറിയ പ്രശ്നമുണ്ട്, ക്ലിയർ പോകാൻ സാധ്യതയുണ്ട്. ഈ ക്ലിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിയൻസിന് കണ്ടു നിൽക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരുന്നു. കാരണം ഈ ക്ലിയർ ഇല്ലാത്ത വീഡിയോ നമ്മൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകും. ഇപ്പോൾ ക്ലിയർ എങ്ങനെ വരുത്തുക എന്നുള്ളത് എഡിറ്റ്സ് ആപ്പിന് സെറ്റിങ്സ് ശ്രദ്ധിക്കുക. 2Kയിൽ 60 FPS HDR സേവ് ചെയ്യുക. ഓക്കെ, SDRലല്ല HDR. ഇതിൽ രണ്ടാമത്തെ ട്രിക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻസൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഓഡിയൻസിൻ്റെ ആക്റ്റീവ് ടൈം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അതായത് ഈ ഇൻസൈറ്റിൽ പോയിട്ട് ന്യൂ ഫോളോവേഴ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ആക്റ്റീവ് ലെവൽ. അതായത് മിക്ക ആൾക്കാർക്കും 6 PM ആയിരിക്കും. 6 PM ആണെങ്കിൽ അരമണിക്കൂർ മുന്നേ അപ്ലോഡ് ചെയ്യുക. അതായത് 5:30 PM അപ്ലോഡ് ചെയ്യുക. ഓക്കെ, 5:30 PM അപ്ലോഡ്, അല്ലെങ്കിൽ അതിൻ്റെ ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ ഒരിക്കലും അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ 1 മില്യൺ അടിച്ച റീലിന് ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കും കൂടി ഒന്ന് നോക്കുക. ചിലപ്പോൾ ഇത് വർക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒട്ടുമിക്ക എല്ലാ ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർക്കും വർക്കായതാണ്. ഞാൻ ചോദിച്ചവരോടൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ മൂന്നാമത്തെ ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഇത് വെച്ചാൽ ഇപ്പം നേരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. എല്ലാവർക്കും വർക്കാവുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലെ വർക്കാവുണ്ടെന്ന് കേട്ടുകൊണ്ട് തന്നെ ഞാനൊരു റീല് ഇതിലൂടെ അപ്ലോഡ് ചെയ്ത് നോക്കി. അതിനിപ്പോൾ 500K അടിക്കാനായി. അപ്പോൾ അത് ഏത് ട്രിക്കാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസൈറ്റ്സ് പോകണമെങ്കിൽ അതിൽ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റീച്ച് എന്നുള്ള ഓപ്ഷൻ, കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ റീച്ച് എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ക്യാമറയുടെ ഓപ്ഷൻ കാണും. ക്യാമറേൻ്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ ഓപ്ഷൻ നിൽക്കുക. അതിൽ വീഡിയോ സെലക്ട് ചെയ്ത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുക. വേറൊന്നും ചെയ്യണ്ട. ഹാഷ്ടാഗ് ഒന്നും ആഡ് ചെയ്യണ്ട. ഹാഷ്ടാഗ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിൽ തൃപ്തി തരാൻ വേണ്ടി ഒരു 5 ഹാഷ്ടാഗ് ആഡ് ചെയ്തോ. അപ്പോൾ നിങ്ങൾ ഈ ബെസ്റ്റ് പ്രാക്ടീസ് മോഡിലൂടെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ഈ എഡിറ്റ്സ് ആപ്പിലൂടെ സേവ് ചെയ്ത് വെക്കണം. അതായത് 2K 60 FPS HDRലൂടെ ഒന്ന് സേവ് ചെയ്ത് ഗാലറിക്ക് സേവ് ചെയ്ത് വെച്ച വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ ക്ലിയർ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഐഫോണിലൊക്കെ എടുത്ത വീഡിയോ ആണെങ്കിൽ 4Kയിലൊക്കെ എടുത്തിട്ടുണ്ടാവുക. ഈ ഇൻസ്റ്റാഗ്രാമിൽ 1080p സപ്പോർട്ട് ആവുള്ളൂ, 4K സപ്പോർട്ട് ആവില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 1080p അല്ല 2K 1080p മുകളിലാണ്. 40p അങ്ങനെ തോന്നാണ്. അപ്പോൾ അതും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എന്നാലും ക്ലിയർ പോകില്ല, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ട്രിക്കും മനസ്സിലായെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാൻ എല്ലാ വീഡിയോയിൽ പരപ്പോൾ തന്നെ. പിന്നെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഒരു ഗംഭീര ഫയൽ വരുന്നുണ്ട്. 1 GB അടുത്തുള്ള ഫയലാണ്. നിങ്ങൾക്ക് ജന്മത്തിലൊരു ഫയൽ, ഒരു സൗണ്ട് ബോക്സ്, ഒരു ഓവർലേസും വാങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഫയലാണ്. അത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. ആ ഫയലിനെ കുറിച്ചുള്ള അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. സി യു. ഒരു മിനിറ്റ്, ഈ 3 ട്രിക്കും വർക്കാകാത്തവർക്ക് എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് DM മെസ്സേജ് അയക്കാം, പറഞ്ഞതാണ്. ബൈ.